ഹായ് എവരിവൺ, വെൽക്കം ടു സ്പീക്ക് ഹിന്ദി യൂട്യൂബ് ചാനൽ. നമ്മുടെ ചാനലിൽ നിറയെ ഹിന്ദി ലേണിംഗ് വീഡിയോസാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് വാട്സപ്പ് മെസ്സേജ് സെൻറ്റൻസസ് ആണ്. ഹിന്ദി ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവരോട് വാട്സപ്പിൽ സംസാരിക്കുന്നതിനുള്ള സിറ്റുവേഷനുകൾ എന്തായാലും നമുക്കുണ്ടാവും. അങ്ങനെയുള്ള സിറ്റുവേഷനിൽ നിങ്ങൾക്ക് ഈസിയായി ഹിന്ദി സെൻറ്റൻസസ് പഠിച്ചു വെച്ചാൽ നിങ്ങൾക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ സെൻറ്റൻസ് വാട്സപ്പിൽ മാത്രമല്ല, ഫോണിൽ സംസാരിക്കുമ്പോഴോ അല്ലെങ്കിൽ നേരിൽ സംസാരിക്കുമ്പോഴോ ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പോഴോ യൂസ് ചെയ്യാൻ പറ്റുന്ന സെൻറ്റൻസുകളാണ് ഉള്ളത്. ഒരു വീഡിയോയിലോട്ട് പോവാം. ഫസ്റ്റ് നോക്കാം. ഡു യു ഹാവ് മൈ നമ്പർ? നിങ്ങളുടെ കയ്യിൽ എൻ്റെ നമ്പർ ഉണ്ടോ? ഇതെങ്ങനെ ഹിന്ദിയിൽ പറയാമെന്ന് നോക്കാം. ക്യാ തുമാരെ പാസ് മേരാ നമ്പർ ഹേ? ക്യാ തുമാരെ പാസ് മേരാ നമ്പർ ഹേ? ഇതൊരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്. ക്യാ വെച്ചിട്ടാണ് തുടങ്ങിയിട്ടുള്ളത്. ഇതുപോലെയുള്ള സെൻറ്റൻസുകൾ നമ്മൾ ഓൾറെഡി പോസിറ്റീവ് നെഗറ്റീവ് സെൻറ്റൻസുകൾ നമ്മൾ കണ്ടതാണ്. തുമാരെ എന്നതിൻ്റെ മീനിങ് ആണ് നിങ്ങളുടെ, പാസ് അടുത്ത്, മേര എൻ്റെ, നമ്പർ, ഹേ ഉണ്ട്. ഇവിടെ ക്യാ എന്നുള്ളത് ഫസ്റ്റ് ചേർത്തിട്ടുണ്ട്, അതുകൊണ്ട് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണ്, ഉണ്ടോ എന്നായി മാറും. നെക്സ്റ്റ്, ഗിവ് മീ യുവർ നമ്പർ? എനിക്ക് താങ്കളുടെ നമ്പർ തരൂ എന്നാണ് പറയുന്നത്. ഇവിടെ ഹിന്ദിയിൽ എങ്ങനെ പറയാം? മുझे अपना നമ്പർ ദീജിയേ. മുझे अपना നമ്പർ ദീജിയേ. മുझे എന്നാൽ എനിക്ക്, അപ്ന താങ്കളുടെ, നമ്പർ തന്നെ, ദീജിയേ തരൂ. ഇനി നമ്മളുടെ ക്ലോസ് ഫ്രണ്ട്സിനോട് പറയുകയാണെങ്കിൽ മുझे अपना നമ്പർ ദോ എന്ന് പറയാം. ദീജിയേ എന്നുള്ളിടത്ത് ദോ എന്ന് ആഡ് ചെയ്യാം. നേരിൽ കാണുമ്പോൾ നമ്മൾ എന്തായാലും ആ സിറ്റുവേഷനിൽ എനിക്ക് താങ്കളുടെ നമ്പർ തരുമോ എന്ന് നമ്മൾ ചോദിക്കും. അപ്പോൾ ഈ ഒരു സെൻറ്റൻസ് അവിടെ യൂസ് ചെയ്യാം. മുझे अपना നമ്പർ ദീജിയേ. ഇനി നെക്സ്റ്റ് നോക്കൂ. ഗിവ് മീ ഹർ നമ്പർ? അവളുടെ നമ്പർ എനിക്ക് തരൂ. ഇതെങ്ങനെ ഹിന്ദിയിൽ പറയാമെന്ന് നോക്കാം. മുझे उसकी നമ്പർ ദോ. മുझे उसकी നമ്പർ ദോ. ഇവിടെ മുझे എന്നുള്ളത് എനിക്ക്, ഉസ്കി അവളുടെ, നമ്പർ ദോ തരൂ. ഇവിടെ അവളുടെ എന്നുള്ളടത്ത് അവൻ്റെ നമ്പർ എനിക്ക് തരൂ എന്നുള്ളതിനെ ഹിന്ദിയിൽ പറയാം മുझे उसका നമ്പർ ദോ. മുझे उसका നമ്പർ ദോ. നെക്സ്റ്റ് സെൻറ്റൻസിൽ ചെറിയൊരു വ്യത്യാസമുള്ളൂ. സെൻഡ് മീ ഹെർ നമ്പർ? അവളുടെ നമ്പർ എനിക്ക് അയക്കൂ. നേരത്തെ നമ്മൾ പറഞ്ഞത് അവളുടെ നമ്പർ തരൂ എന്നാണ്. അപ്പം നേരിൽ ചോദിക്കുന്ന ഒരു സെൻറ്റൻസായി. ഇതിപ്പം എന്തായി മാറി? നമ്മൾക്ക് സെൻഡ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് പറയുന്ന സെൻറ്റൻസാണ്. അപ്പോൾ ഹിന്ദിയിൽ എങ്ങനെ പറയാൻ നോക്കാം. മുझे उसकी നമ്പർ ഭേജ് ദോ. ഇവിടെ ഭേജ് എന്ന് മാത്രമേ ചേർത്തിട്ടുള്ളൂ. മുझे उसकी നമ്പർ ഭേജ് ദോ. ഭേജ് എന്നാൽ അയക്കൂ. നെക്സ്റ്റ് സെൻറ്റൻസ്, ഐ ഹാവ് മെസ്സേജ് ടു യു? ഞാൻ നിങ്ങൾക്ക് മെസ്സേജ് അയച്ചു. ഇത് ഹിന്ദിയിൽ എങ്ങനെ പറയാമെന്ന് നോക്കാം. മേനെ ആപ്കോ മെസ്സേജ് കർ ദിയാ. മേനെ ആപ്കോ മെസ്സേജ് കർ ദിയാ. ഇതിന് ഞാൻ നിനക്ക് മെസ്സേജ് അയച്ചു എന്നുള്ളതിന് എന്താണ് പറയേണ്ടത്? മേനെ തുമേ മെസ്സേജ് കർ ദിയാ. മേനെ തുമേ മെസ്സേജ് കർ ദിയാ. ഇനി നെക്സ്റ്റ് സെൻറ്റൻസ്, ഹി മെസ്സേജ്ഡ് മീ? അവൻ എനിക്ക് മെസ്സേജ് അയച്ചു. ഇതെങ്ങനെ ഹിന്ദിയിൽ പറയാമെന്ന് നോക്കാം. ഉസ്നെ മുझे മെസ്സേജ് കിയാ. ഉസ്നെ മുझे മെസ്സേജ് കിയാ. ഉസ്നെ എന്നാൽ അവൻ, മുझे എനിക്ക്, മെസ്സേജ് തന്നെ, കിയാ അയച്ചു. ഇനി ഇവിടെ പെൺകുട്ടിയാണ് പറയുന്നതെങ്കിലും ഉസ്നെ എന്ന് യൂസ് ചെയ്യുക കേട്ടോ. ഉസ്നെ മുझे മെസ്സേജ് കിയാ. നമ്മുടെ ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് പറയാണ് ഓൺലൈനിലേക്ക് വരൂ. ഇതെങ്ങനെ ഹിന്ദിയിൽ പറയാമെന്ന് നോക്കാം. ഓൺലൈൻ ആ ജാവോ. ഓൺലൈൻ ആ ജാവോ. ഇവിടെ ആവോ എന്ന് ഉപയോഗിക്കാം. എന്നാലും കുറച്ചും കൂടെ ഒരു ഡീസൻ്റായിട്ട് പറയുകയാണെങ്കിൽ ആ ജാവോ. നെക്സ്റ്റ്, സെൻഡ് ദിസ് ഇൻ വാട്സപ്പ്? ഇത് വാട്സപ്പിൽ അയക്കൂ. നമ്മുടെ ഫ്രണ്ട്സിനോട് എന്തെങ്കിലും PDF ഫയലോ അല്ലെങ്കിൽ അവരെഴുതിയ നോട്ടോ നമ്മുടെ വാട്സപ്പിലേക്ക് അയക്കാൻ പറയും. ആ സമയത്ത് ഉപയോഗിക്കുന്നതാണ് ഇസേ വാട്സപ്പ് ഭേജ് ദോ. ഇസേ വാട്സപ്പ് ഭേജ് ദോ. ഇനി സാറിനോട് ടീച്ചറിനോട് ഭേജ് ദോ എന്ന് നമ്മൾ പറയാൻ പാടില്ല. അവിടെ
ഇസേ വാട്സപ്പ് भेज दीजिए मैम അല്ലെങ്കിൽ ഇസേ വാട്സപ്പ് भेज दीजिए സർ എന്നേ പറയാൻ പാടുള്ളൂ. നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ നമ്മൾ എവിടെയെങ്കിലും ടൂറൊക്കെ പോയി വരുമ്പോൾ ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ടാവും അല്ലേ. ആ സമയത്ത് നമ്മൾ അവരോട് എല്ലാ ഫോട്ടോസും എനിക്ക് അയക്കൂ എന്നുള്ളതിനെ നമ്മൾ പറയുന്നതാണ്. എന്നെ പറയാൻ നോക്കാം. സെൻഡ് മീ ഓൾ ദ പിക്ചേഴ്സ്, എല്ലാ ഫോട്ടോസും എനിക്ക് അയക്കൂ. ഇതെങ്ങനെ ഹിന്ദിയിൽ പറയാമെന്ന് നോക്കാം. മുझे സാരി പിക്ചേഴ്സ് भेज दो. മുझे സാരി പിക്ചേഴ്സ് भेज दो. മുझे എന്നുള്ളത് എനിക്ക്, സാരി എല്ലാം, പിക്ചേഴ്സ് भेज दो അയക്കൂ. ഇവിടെ പിക്ചേഴ്സ് എന്നുള്ളിടത്ത് നോട്ടോ അല്ലെങ്കിൽ ഡോക്യുമെൻറ്റോ അല്ലെങ്കിൽ സോങ്സോ എന്തെങ്കിലും ചേർത്തിട്ട് പറയാം. മുझे സാരി നോട്ട് भेज दो അല്ലെങ്കിൽ മുझे സാരി ഡോക്യുമെൻറ്റ് भेज दो അല്ലെങ്കിൽ മുझे സാരി സോങ്സ് भेज दो എന്നിങ്ങനെ ആഡ് ചെയ്തിട്ട് സെൻറ്റൻസ് പറഞ്ഞു നോക്കുക. നെക്സ്റ്റ്, ഐ ഹാവ് സെൻഡ് യു പിക്ചേഴ്സ്. ഞാൻ നിങ്ങൾക്ക് പിക്ചേഴ്സ് അയച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഇതെങ്ങനെ ഹിന്ദിയിൽ പറയാമെന്ന് നോക്കാം. मैंने आपको पिक्चर्स भेजी है. मैंने आपको പിക്ചേഴ്സ് भेजी है. ഇവിടെ നിങ്ങൾക്ക് എന്നാണ് പറഞ്ഞത്. ഇനി നമ്മുടെ ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നിനക്ക് എന്നുള്ളതിന് എങ്ങനെ പറയാം? मैंने तुम्हें पिक्चर्स भेजी है. मैंने तुम्हें पिक्चर्स भेजी है. നെക്സ്റ്റ്, യുവർ ഡി പി ഈസ് നൈസ്. നിങ്ങളുടെ ഡി പി നന്നായിട്ടുണ്ട്. ഇതിന് ഹിന്ദിയിൽ എങ്ങനെ പറയാൻ നോക്കാം. തുമാരി ഡി പി അച്ചി ഹേ. തുമാരി ഡി പി അച്ചി ഹേ. നമ്മുടെ ഫ്രണ്ട്സിനോടൊക്കെ നമ്മൾ എപ്പോഴും പറയുന്നതാണ് അല്ലേ, വാട്സപ്പിൻ്റെ ഡി പി ഒക്കെ നന്നായിട്ടുണ്ട് എന്നുള്ളത്. അതാണ് ഹിന്ദിയിൽ പറയുമ്പോൾ തുമാരി ഡി പി അച്ചി ഹേ. നെക്സ്റ്റും ഓൾമോസ്റ്റ് സെയിം ആണ്. ഐ ലൈക്ക് യുവർ ഡി പി. എനിക്ക് നിങ്ങളുടെ ഡി പി ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇതിങ്ങനെ ഹിന്ദിയിൽ പറയാൻ നോക്കാം. മുझे തുമാരി ഡി പി അച്ചി ലഗ് രഹി ഹേ. മുझे തുമാരി ഡി പി അച്ചി ലഗ് രഹി ഹേ. മുझे എനിക്ക്, തുമാരി നിങ്ങളുടെ, ഡി പി അച്ചി നല്ലത്, ലഗ് രഹി ഹേ തോന്നുന്നു. മുझे തുമാരി ഡി പി അച്ചി ലഗ് രഹി ഹേ. നെക്സ്റ്റ് സെൻറ്റൻസ്, വെൻ വിൽ യു കം ഓൺലൈൻ. നിങ്ങൾ എപ്പോഴാണ് ഓൺലൈനിൽ വരുന്നത്? ഇതെങ്ങനെ ഹിന്ദിയിൽ പറയാമെന്ന് നോക്കാം. തും കബ് ഓൺലൈൻ ആവോഗേ. തും കബ് ഓൺലൈൻ ആവോഗേ. തും എന്നാൽ നിങ്ങൾ, കബ് എപ്പോൾ, ഓൺലൈൻ ആവോഗേ വരുന്നത്. ഈ ഒരു സെൻറ്റൻസ് ഫ്യൂച്ചർ ടെൻസിലാണുള്ളത്. തും കബ് ഓൺലൈൻ ആവോഗേ. നെക്സ്റ്റ്, സെൻഡ് ദിസ് മെസ്സേജ് ഇൻ ഗ്രൂപ്പ്. ഈ മെസ്സേജ് ഗ്രൂപ്പിൽ അയക്കൂ. ഇതെങ്ങനെ ഹിന്ദിയിൽ പറയാമെന്ന് നോക്കാം. ഇസ് മെസ്സേജ് കോ ഗ്രൂപ്പ് മേ भेज दो. ഇസ് മെസ്സേജ് കോ ഗ്രൂപ്പ് മേ भेज दो. ഇസ് മെസ്സേജ് കോ എന്നാൽ ഈ മെസ്സേജ്, ഗ്രൂപ്പ് മേ ഗ്രൂപ്പിൽ, भेज दो അയക്കൂ. ഇസ് മെസ്സേജ് കോ ഗ്രൂപ്പ് മേ भेज दो. നെക്സ്റ്റ്, വെൻ വിൽ യു ഗെറ്റ് ഫ്രീ. നീ എപ്പോഴാണ് ഫ്രീ ആവുക? ഇതെങ്ങനെ ഹിന്ദിയിൽ പറയാമെന്ന് നോക്കാം. തും കബ് ഫ്രീ ഹോ ജാവോഗേ. തും കബ് ഫ്രീ ഹോ ജാവോഗേ. നെക്സ്റ്റ് സെൻറ്റൻസ് നോക്കാം. ഐ റിസീവ്ഡ് യുവർ മെസ്സേജ്. എനിക്ക് നിങ്ങളുടെ മെസ്സേജ് ലഭിച്ചു. ഇതെങ്ങനെ ഹിന്ദിയിൽ പറയാമെന്ന് നോക്കാം. മുझे आपका മെസ്സേജ് മിലാ. മുझे आपका മെസ്സേജ് മിലാ. മുझे എന്നാൽ എനിക്ക്, ആപ്ക നിങ്ങളുടെ, മെസ്സേജ് മില ലഭിച്ചു. മുझे आपका മെസ്സേജ് മില. ക്യാൻ യു ടോക്ക് നൗ. ഇപ്പോൾ സംസാരിക്കാൻ പറ്റുമോ? ഇത് നമ്മൾ നേരിട്ടോ അല്ലെങ്കിൽ ഫോണിൽ കൂടെയൊക്കെ നമ്മൾ ചോദിക്കുന്നതാണല്ലോ. അത് എങ്ങനെ ഹിന്ദിയിൽ പറയാൻ നോക്കാം. ക്യാ അബി ബാത് കർ സക്തേ. ക്യാ അബി ബാത് കർ സക്തേ. ഈ ഒരു സെൻറ്റൻസ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ക്യാ വെച്ചിട്ടുള്ളതാണ്. അതായത് യെസ് ഓർ നോ ക്വസ്റ്റ്യൻ ആണിത്. ഇതിന് ഒന്നെങ്കിൽ യെസ് അല്ലെങ്കിൽ നോ എന്ന് മാത്രമേ ഇതിന് ആൻസർ ആയിട്ട് കൊടുക്കേണ്ടി വരുള്ളൂ. ക്യാ അബി ബാത് കർ സക്തേ. നെക്സ്റ്റ് സെൻറ്റൻസ്, മൈ ഡേറ്റ ഗോട്ട് ഓവർ. എൻ്റെ ഡേറ്റ തീർന്നു. ഇതെങ്ങനെ ഹിന്ദിയിൽ പറയാമെന്ന് നോക്കാം. മേരാ ഡേറ്റ ഖത്തം ഹോ ഗയാ. മേരാ ഡേറ്റ ഖത്തം ഹോ ഗയാ. മേര എന്നുള്ളത് എൻ്റെ. ഇവിടെ ഖത്തം എന്നാൽ ഫിനിഷ് ആവുക, ഹോ ഗയാ കഴിഞ്ഞു. മേരാ ഡേറ്റ ഖത്തം ഹോ ഗയാ. നെക്സ്റ്റ്, മെസ്സേജ് മീ ആഫ്റ്റർ 10 minutes. 10 മിനിറ്റിന് ശേഷം എനിക്ക് മെസ്സേജ് ചെയ്യൂ. ഇതെങ്ങനെ ഹിന്ദിയിൽ പറയാമെന്ന് നോക്കാം.
10 मिनट के बाद मुझे मैसेज करो. 10 मिनट के बाद मुझे मैसेज करो. 10 മിനിറ്റ് 10 മിനിറ്റ് കെ ബാദ് അതായത് ശേഷം മുജെ എനിക്ക് മെസ്സേജ് കരോ ചെയ്യൂ. സോ അത്രയേ ഉള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് കരുതുന്നു. ഇനി നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.